ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അച്ചമ്മയുടെ പിറന്നാൾ വളരെ ഗംഭീരമായിട്ട് എല്ലാവരും കൂടെ ചേർന്നങ്ങ് ആഘോഷമാക്കുകയാണ്. അപ്പം അച്ചമ്മ പറയുകയും ചെയ്തു, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് സന്തോഷം തരുന്ന ഒരു സമ്മാനം നൽകുന്ന ആൾക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരുമെന്ന്. അപ്പം ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പം അച്ചമ്മയ്ക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആരാണ് തന്നതെന്നറിയാൻ വേണ്ടി എല്ലാവരുടെയും ആ ഒരു ശ്രദ്ധ മുഴുവനും നമ്മുടെ അച്ചമ്മയുടെ ആ വാക്കുകളിലേക്കായി വരികയാണ്. അപ്പം അച്ചമ്മ പറഞ്ഞു, ചന്ദ്രേ, ദേ നീ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നീ എനിക്ക് അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയൊരു സമ്മാനം തന്നെ തന്നത്. വലിയൊരു TV തന്നെ സമ്മാനിച്ചു. ഇനി ഞാൻ ആ TV-യിലായിരിക്കും എല്ലാം കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീകാന്തെ മോനെ, ദേ നീ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു കേക്ക് തന്നെ ഉണ്ടാക്കി തന്നു. അതിനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും എടുത്തെടുത്ത് നമ്മുടെ അച്ചമ്മ ഇങ്ങനെ പറയുക. അപ്പൊ ചന്ദ്രമതി വിചാരിക്കുന്നുണ്ട്, ആ സമ്മാനം എനിക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ചന്ദ്രയോട് അച്ചമ്മ പറഞ്ഞു, മോളെ ചന്ദ്രേ, നീ അകത്ത് പോയിട്ട് ആ ബാഗ് ഒന്ന് എടുത്തിട്ട് വാ. അങ്ങനെ ചന്ദ്ര നേരെ അകത്തേക്ക് പോയി ആ ഒരു ബാഗും ഒക്കെ ആയിട്ട് വന്നു. വരുന്ന സമയത്ത് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ കരുതുക, ഓ എന്തെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ ഭർത്താവ് അമ്മയ്ക്ക് സാരിയാണ് സമ്മാനിച്ചത്, ഞാൻ അമ്മയ്ക്ക് കാണാനായിട്ട് വലിയൊരു TV-യും സമ്മാനിച്ചു. അപ്പം മിക്കവാറും അമ്മയുടെ മോന് തന്നെ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ആ ഗിഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് തന്നെ വന്ന് ചേരുമല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര വളരെ സന്തോഷത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ചന്ദ്ര നീ എന്താ ഈ ആലോചിക്കുന്നത്? അതിങ്ങ് തരുമോയെന്ന് ചോദിച്ച് അച്ചമ്മ ആ ബാഗ് ഇങ്ങ് വാങ്ങിച്ചു. അതിനകത്ത് നിന്നും ഒരു ഗിഫ്റ്റ്, അതായത് പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുക, പഴയ ആഭരണങ്ങളൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ ഒരു പെട്ടിയുടെ അകത്ത് വെക്കില്ലേ, അതുപോലെയുള്ള ഒരു പെട്ടി അച്ചമ്മ കയ്യിലെടുത്തു. അതിനുശേഷമാണെങ്കിൽ ഇനി ഞാൻ പറയട്ടെ ആർക്കാണ് ഈ സമ്മാനം കൊടുക്കാൻ പോകുന്നതെന്ന്. അപ്പം നമ്മുടെ സുധിയാണെങ്കിൽ നിന്നിട്ട് നിൽക്കപ്പുറതിയില്ല, ഇരിക്കാനും പറ്റുന്നില്ല. എൻ്റെ ദൈവമേ, എന്തോ വില കൂടിയ ഒരു സമ്മാനമാണ് അച്ചമ്മ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെയും ശ്രുതിയെയും വിളിച്ചിട്ട് അത് തന്നിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും അച്ചമ്മ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ ഒരുപാടധികം സന്തോഷിപ്പിച്ചു. ഇപ്പതാ രേവതി മോളാണെങ്കിൽ ഞാൻ വരുന്ന തലമുറയ്ക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ജീവിതം കൊണ്ട് ഇത്രയും കാലവും ഞാൻ സമ്പാദിച്ച ആ നല്ല നന്മകൾ, അതൊക്കെ അവളൊരു വീഡിയോ ആക്കി എടുത്തു. മോളെ രേവതി, നീ അത് അച്ചമ്മയുടെ ഫോണിലേക്ക് അയച്ചു തരണമെന്നും പറഞ്ഞു. ആയിക്കോട്ടെ അച്ചമ്മയെന്നും പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ രവിയും ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും ഒക്കെ മാത്രമേ ഇതൊക്കെ അങ്ങ് സന്തോഷത്തിൽ കാണുന്നുള്ളൂ. അങ്ങനെ ഇവർ നിൽക്കുന്ന ആ ഒരു സമയം നമ്മുടെ അച്ചമ്മ പറയുകയാണ്, എനിക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കിയത് എൻ്റെ പഴയ ഫ്രണ്ട്സിന് എൻ്റെ സച്ചിമോൻ കൊണ്ടുവന്നില്ലേ, അതുകൊണ്ട് തന്നെ ഈ സമ്മാനം എൻ്റെ സച്ചിക്ക് തന്നെ കൊടുക്കാനാണ്. സച്ചിക്കും രേവതിക്കും ചേർന്ന് ഈ സമ്മാനം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ സകല ഗ്യാസും പോയി. ചന്ദ്രയാണെങ്കിൽ എന്തൊക്കെ പെടാപ്പാട് പെട്ടിട്ടാണ് അങ്ങനെ ഒരു TV ഒക്കെ ഒപ്പിച്ചത്. ഭാമയുടെ കൈയും കാലും ഒക്കെ പിടിച്ച് ഭാമയുടെ വീട്ടിലിരുന്ന TV ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. എന്നിട്ട് ഇപ്പം അവർ സമ്മാനം കൊടുക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട സച്ചിക്ക്. അല്ല, ഇതിനും വേണ്ടി ഈ പെട്ടിയുടെ അകത്ത് എന്തായിരിക്കുമെന്ന് ചന്ദ്രമതി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. ഈ സമയത്താണെങ്കിലോ നമ്മുടെ അച്ചമ്മ പറഞ്ഞു, മോളെ രേവതി നീ ഇങ്ങ് വന്നേ, സച്ചി നീയും വാന്ന് പറഞ്ഞു. അപ്പം അച്ചമ്മ വിളിച്ച പാടെ തന്നെ രണ്ടുപേരും നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് നമ്മുടെ അച്ചമ്മയുടെ മുന്നിൽ പോയി നിന്നു. എന്നിട്ട് പറഞ്ഞു, പറയച്ചമ്മ ഇതെന്താ ഇതിനകത്തെന്ന് നമ്മുടെ രേവതി ചോദിക്കുകയാണ്. അതെ മോളെ, 5-6 തലമുറയായിട്ട് നമ്മുടെ കുടുംബത്തിൽ വെച്ച് പൂജിക്കുന്ന ഒരു സാധനമാണിത്. ഇതിന് ഒരുപാട് വിലയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മഹത്വവും അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന പരിഗണനയും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ഈ സമ്മാനം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ, അച്ചമ്മ ഒരു നിമിഷം ഞങ്ങളൊന്ന് അച്ചമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടി അച്ചമ്മയുടെ കാല് തൊട്ട് വണങ്ങുകയാണ്. ഗുരുത്വമുള്ള മക്കളാണ് എന്നും പറഞ്ഞിട്ട് അച്ചമ്മ വളരെ സ്നേഹത്തോടു കൂടി അവരെ എഴുന്നേൽപ്പിച്ച് അവരുടെ കയ്യിലേക്ക് ഈ ഒരു സമ്മാനം കൊടുത്തു. അതിനുശേഷം നമ്മുടെ രേവതി ആണെങ്കിലോ അത് ഇങ്ങനെ തൊട്ട് തൊഴുതിട്ട് വളരെ ആദരവോടുകൂടി സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടു നിന്നിട്ട് നമ്മുടെ ആ വീട്ടിലുള്ള ബാക്കിയുള്ള ചന്ദ്രമതിയെ പോലെ ശ്രുതിയും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അവർ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനമാണല്ലോ അവർക്ക് കിട്ടിയത്.
എന്തായാലും കൊള്ളാം, അച്ഛമ്മ വലിയ ചതിയാ ചെയ്തേന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് കിട്ടിയ സമ്മാനവും ഒക്കെ ആയിട്ട് രേവതി റൂമിൽ നിൽക്കുന്നതാണ്. അപ്പൊ രേവതിക്ക് വലിയ സന്തോഷമൊക്കെ ആയി. അവളുടെ അടുത്തേക്ക് സച്ചി ചെന്നിട്ട് ചോദിക്കുക, അല്ല ഇത് ഇത്രയും നേരമായിട്ട് നോക്കിയിട്ട് നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുക. ഇല്ല, എനിക്ക് വളരെയധികം സന്തോഷമായി. നിങ്ങളൊന്ന് നോക്ക്, 6 തലമുറയായിട്ട് നമ്മുടെ കുടുംബത്തെ കൈമാറി വന്ന ആ ഒരു ഭാഗ്യം അത് നമ്മളിലേക്ക് വന്ന് ചേർന്നല്ലോ, അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് രേവതി വലിയ സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, അതെ, എൻ്റെ അച്ഛമ്മയുടെ പുണ്യമാണിത്. എന്തായാലും നമ്മളിനി എന്തൊക്കെ കഷ്ടതകൾ വന്നാലും ഈ മുതൽ മാത്രം വിൽക്കരുത്, ഇത് പൂജാമുറിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം, ഇവിടെ എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ മൂത്ത ചേട്ടനും ഉണ്ട്, അത് നീ മറന്നു പോവരുതെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ചോദിക്കണമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയാണ്. നിന്റെ സ്വർണം അടിച്ചു മാറ്റി അത് വിറ്റിട്ട് അതിനു പകരം മുക്കുപണ്ടം വെച്ച ടീമാണ്. അതുകൊണ്ട് തന്നെ ഇവര് ഇതും സ്വർണമാണെന്ന് കരുതിയിട്ട് ഇതും എടുത്തു കൊണ്ടുപോയി വിൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൂജാമുറിയിൽ വെച്ച് വെറുതെ ഒന്ന് പൂജിച്ചിട്ട് തിരിച്ചിങ്ങ് എടുത്തുകൊണ്ട് പോകുന്ന ഏതെങ്കിലും ഒരു ലോക്കറിൽ കൊണ്ടുപോയി വെക്കണമെന്ന് സച്ചി പറയുകയാണ്. അപ്പൊ ഇത് കേട്ട പാടെ തന്നെ രേവതി പറഞ്ഞു, അത് ശരി തന്നെയാ, നേരാ. നിങ്ങളിനി ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. അച്ചമ്മയ്ക്ക് വളരെ സന്തോഷമായിട്ടിരിക്കുകയല്ലേ, അച്ചമ്മ പോയതിന് ശേഷം മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ നമ്മുടെ അച്ചമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞു. അങ്ങനെ അച്ചമ്മയെ സച്ചിയാണ് വണ്ടി കയറ്റി വിടാൻ കൊണ്ടുപോകുന്നത്. ഈ സമയത്താണെങ്കിൽ കാറിൽ വെച്ച് അച്ചമ്മ പറഞ്ഞു, മോനെ സച്ചി, അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിടാ. ഇത്രയും നല്ലൊരു പിറന്നാൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഘോഷിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമക്കളെ എത്രയും സ്നേഹത്തിലാണ് എന്നോട് പെരുമാറിയത്. അതും പോരാഞ്ഞ് നിന്റെ അമ്മ എനിക്കൊരു വലിയ ടിവിയും സമ്മാനിച്ചിരിക്കുന്നു. ഇതിലും വലിയൊരു സന്തോഷം ഇനി എനിക്ക് കിട്ടാനില്ലടാന്ന് പറഞ്ഞു. അപ്പൊ സച്ചി ആണെങ്കിൽ എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അച്ചമ്മ ചോദിച്ചു, എന്താ എൻ്റെ മോന് പറ്റിയത്, നീ വണ്ടി ഒന്ന് നിർത്തിക്കേന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ നമ്മുടെ സച്ചി വണ്ടി നിർത്തി. എന്താ അച്ചമ്മ, എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാങ്ങാനൊന്നും ഇല്ല, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചമ്മ ചോദിച്ചു, നീയും രേവതിയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ തമ്മിൽ എന്ത് വഴക്കാ അച്ചമ്മ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് സച്ചി മറുപടി പറയുക. അല്ല, എനിക്ക് നിന്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും രേവതി മോൾക്കും എന്തൊക്കെയോ ഒരു സങ്കടം ഉള്ളതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സത്യം പറയും സച്ചി, നല്ലൊരു കുഞ്ഞാണ് അവള്, മഹാലക്ഷ്മി പോലത്തെ ഒരു മോളാണ്, നീ അവളെ കരയിപ്പിക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ അച്ചമ്മയോട് നമ്മുടെ സച്ചി പറഞ്ഞു, അതൊന്നും അല്ല അച്ചമ്മ, എല്ലാവരും അച്ചമ്മയ്ക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ തന്നു, ഞാനും അച്ചമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹിച്ചതാ. ഞങ്ങൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ജുവലറി പോവുകയും ചെയ്തതാ. പക്ഷെ അവിടെ വെച്ച് രേവതിക്ക് നൽകിയ സ്വർണമൊക്കെ മുക്കുപണ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെറിയൊരു വിഷയം ഉണ്ടായി. എന്തായാലും പോട്ടെ, അച്ചമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറയുക. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അച്ചമ്മയ്ക്ക് ഒരു മാല സമ്മാനിക്കുമെന്നും സച്ചി പറഞ്ഞു. അച്ചമ്മയാണെങ്കിലോ ഒന്നും തൻ്റെ കൊച്ചുമകനിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം മാത്രമാണ് നമ്മുടെ അച്ചമ്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ചമ്മ പറഞ്ഞു, മോനതേ സച്ചി, നീ എനിക്ക് തന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇന്നലെ തന്നത്. എൻ്റെ കൂട്ടുകാര് അവരെയൊക്കെ ഈ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് പോലും അച്ചമ്മ ആലോചിച്ചിരുന്നേ ഇല്ല. അതുകൊണ്ട് എൻ്റെ മോൻ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ അങ്ങനെ യാത്രയാകുകയാണ്. അപ്പം അച്ചമ്മയെ വണ്ടി കയറ്റി വിട്ടു. നേരെ നമ്മുടെ സച്ചി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങ് വരികയാണ്. വന്ന പാടെ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രുതിയും കൂടെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങുക. ഈ സമയത്ത് സച്ചി വന്നു. ആ ഡോറ് തുറന്നിട്ട്, അല്ല എവിടെ പോകുക രണ്ടുപേരും, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ആ വാതിലങ്ങ് പൂട്ടി താക്കോല് കയ്യിൽ വെച്ചു. എടാ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ സച്ചിയുടെ നേരെ ചെന്നു. സച്ചി പറഞ്ഞു, അവിടെ നിൽക്കടാ, നിനക്ക് എവിടുന്ന 4 ലക്ഷം രൂപ കിട്ടിയതെന്നാ നീ പറഞ്ഞത്, സത്യമായിട്ട് പറയടാന്ന് പറഞ്ഞു. അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് സമ്മാനിച്ചതാണെന്ന്. നീ കള്ളത്തിലൊന്നും പറയൊന്നും വേണ്ട, സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഈ സച്ചി ആരാണെന്ന് നീ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തിനെയും വർഷയെയും അതുപോലെ ചന്ദ്രമതിയെയും രവിയെയും രേവതിയെയും ഒക്കെ സച്ചി വിളിച്ചങ്ങ് വരുത്തുകയാണ്. നമ്മുടെ സുധിയുടെ കട്ടയും പടവും ഒക്കെ മടക്കാൻ പോവുകയാണ് സച്ചി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. ഇനി ബാക്കി കഥയും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.